നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ബന്ധത്തെക്കുറിച്ചുള്ള ആകർഷകമായ ഒരു പര്യവേക്ഷണത്തിലേക്ക് സ്വാഗതം. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവ ഒരുമിച്ച് രൂപപ്പെടുകയും നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളുടെ വിധി നിർണയിക്കുകയും ചെയ്യുന്നു. ഗ്രഹങ്ങളുടെ ജനനത്തിന് കാരണമാകുന്ന പൊടി നിറഞ്ഞ പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കുകൾ നക്ഷത്രങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഒരു നക്ഷത്രം നശിക്കുമ്പോൾ ഗ്രഹങ്ങൾ ഒന്നുകിൽ നശിപ്പിക്കപ്പെടുകയോ വിഴുങ്ങപ്പെടുകയോ അല്ലെങ്കിൽ ഇരുട്ടിൽ നിത്യതയിലേക്ക് പോകുകയോ ചെയ്യുന്നു. ഒരു നക്ഷത്രത്തിന്റെ ജനനം, ജീവിതം, മരണം എന്നിവ ഗ്രഹങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് ഒരു അടിസ്ഥാനപരമായ ചോദ്യമാണ്. നമ്മുടെ ഗ്രഹത്തിന്റെ രൂപീകരണവും അവസാനവും മനസ്സിലാക്കാൻ ഈ ബന്ധം അത്യന്താപേക്ഷിതമാണ്. പുതിയ ഗവേഷണങ്ങൾ ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇഎസ്ഒയുടെ എക്സ്പാൻഡിംഗ് ഹൊറൈസൺസ് സംരംഭത്തിനായി സമർപ്പിച്ച ഒരു പുതിയ വൈറ്റ് പേപ്പർ കൂടുതൽ ആഴത്തിലുള്ള ധാരണയ്ക്കായി നിരീക്ഷണ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നു. അക്കെ കോർപ്പറാൽ പ്രധാന രചയിതാവായ ഈ പ്രബന്ധത്തിന്റെ തലക്കെട്ട് ബ്രിഡ്ജിംഗ് സ്റ്റെല്ലാർ എവല്യൂഷൻ ആൻഡ് പ്ലാനറ്റ് ഫോർമേഷൻ എന്നാണ്. ഗ്രഹങ്ങളുടെ ജീവിതത്തിൽ പൊടിപടലങ്ങളുടെ ചലനശാസ്ത്രം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നക്ഷത്രങ്ങൾ പ്രായമാകുമ്പോൾ പൊടിപടലങ്ങൾ എങ്ങനെ ചലിക്കുന്നു എന്നതും പ്രധാനമാണ്. ഗ്രഹം രൂപപ്പെടുന്ന പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കിൽ പൊടി എങ്ങനെ കറങ്ങുന്നു എന്നതും നക്ഷത്രങ്ങളുടെ രൂപീകരണത്തെയും പരിണാമത്തെയും സ്വാധീനിക്കുന്നു. ചുവന്ന ഭീമൻ നക്ഷത്രങ്ങളിൽ RGB/AGB നിന്നുള്ള ശക്തമായ കാറ്റുകൾ അവയുടെ ചുറ്റുപാടുമുള്ള പൊടിയെ രൂപപ്പെടുത്തുന്നു. കഴിഞ്ഞ ദശകങ്ങളിൽ ജ്യോതിശാസ്ത്രം വലിയ മുന്നേറ്റങ്ങൾ നടത്തി നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ ധാരണ വികസിച്ചു. ആൽമഡ് ഡസൻ കണക്കിന് പ്രോട്ടോപ്ലാനറ്ററി ഡിസ്കുകളുടെ കാഴ്ച നൽകി. JWST അതിലെ വളയങ്ങളും സർപ്പിള രൂപങ്ങളും വെളിപ്പെടുത്തി. എങ്കിലും നിലവിലുള്ളതും ആസൂത്രണം ചെയ്തതുമായ സൗകര്യങ്ങൾക്കും പരിമിതികളുണ്ട്. പൊടിധാന്യങ്ങളുടെ വളർച്ച പോലുള്ള പ്രധാന വിശദാംശങ്ങൾ ഇന്നും മറഞ്ഞിരിക്കുന്നു. പൊടി ഒരു തെർമോസ്റ്റാറ്റ് പോലെ പ്രവർത്തിക്കുന്നു. നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും ഇൻഫ്രാറെഡായി പുറത്തുവിടുകയും ചെയ്യുന്നതിലൂടെ ഡിസ്കിന്റെ താപനില മാറുന്നു. പൊടിധാന്യങ്ങൾ വലുതാകുമ്പോൾ അവയുടെ സ്വഭാവസവിശേഷതകൾ മാറുകയും ഡിസ്കിന്റെ താപനിലയെ വ്യത്യസ്തമായി സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഇത് ഫ്രോസ്റ്റ് ലൈൻ സ്ഥാനചലനത്തിന് കാരണമാവുകയും രൂപപ്പെടുന്ന ഗ്രഹങ്ങളുടെ തരം നിർണ്ണയിക്കുകയും ചെയ്യുന്നു. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും പരസ്പര ബന്ധം മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വന്തം സൗരയൂഥത്തിന്റെയും മറ്റ് ഗ്രഹവ്യവസ്ഥകളുടെയും പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും. കൂടുതൽ ഗവേഷണം ആവശ്യമാണ്.